അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം വി സിക്ക് ഇല്ല എന്നാണ് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസം അല്ല, അത് കോടതി നിങ്ങൾ ചോദ്യം ചെയ്യൂ, നിങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും. വി സിക്ക് അധികാരം ഇല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യൂ സുഹൃത്തെ, അത് ചോദ്യം ചെയ്യൂ. വി സിക്ക് അധികാരമുണ്ട്, വി സി അത് ചെയ്തു. ഇനി അതിൽ തർക്കമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ വി സിയുടെ മുകളിലൊരാളുണ്ട്, വി സിയുടെ ആ മുകളിലുള്ള ആളുടെയും മുകളിൽ കോടതിയുണ്ട്. കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഒരു കാരണവുമില്ലാതെ അത് പിൻവലിച്ചത് എന്തിനാണ് എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. സർവകലാശാലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് ഒരു സംഘടന പറയുന്നത്. അല്ല, കാലുകുത്താൻ അനുവദിക്കില്ലെങ്കിൽ പിന്നെ എനിക്ക് കൈ കുത്താൻ പറ്റുമോ? കാലും കൈയും കുത്തുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് നോക്കൂ, ഒരു സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയുടെ തലവനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ആളുകളെ ഈ നാട്ടിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കാത്തത് എന്താ? എനിക്കിപ്പോൾ അവിടെ ചെല്ലണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ ഓർത്തിട്ടാണ് എനിക്ക് വിഷമം. ഫയലുകൾ ഓൺലൈനായിട്ട് എനിക്ക് നോക്കാൻ പറ്റും. ഓൺലൈനായിട്ട് നോക്കുന്ന ഫയലുകൾ തടയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ ഫയലുകളും എനിക്ക് നോക്കാൻ പറ്റും. അത് പൂർണ്ണമായിട്ടും തടയപ്പെട്ടിരിക്കുകയാണ്. ഇതുമായി അവിടെ ബന്ധപ്പെട്ടിട്ടുള്ള സിൻഡിക്കേറ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണെന്നാണ് ആരോപിക്കപ്പെടുന്നത്. എനിക്ക് കൃത്യമായിട്ട് തെളിവില്ല. ആരെങ്കിലും, ഞാനല്ല തടഞ്ഞത്. സർവകലാശാലയുടെ അധിപൻ വി സി ആണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും വി സിക്ക് അക്കാര്യത്തിൽ ഒരു നിയന്ത്രണമില്ല എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമല്ലേ സാർ? ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇതാണ് ഈ നാട്ടിൽ, അതായത് വി സിയുടെ അധികാരം നിർവചിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല. മുൻ ഇന്ത്യൻ പ്രസിഡൻ്റായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഉണ്ടാക്കിയ നിയമമാണിത്. ഈ നിയമത്തിൽ ഏറ്റവും അധികം പവർ വൈസ് ചാൻസലർക്ക് കൊടുത്തത് ഏറ്റവും മികവാർന്ന ഒരാൾ വൈസ് ചാൻസലർ ആകണമെന്നും അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണ എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിലയിലാണ്. സിൻഡിക്കേറ്റ് വി സിയെ വാസ്തവത്തിൽ ഉപദേശിക്കുന്ന സമിതിയാണ്. വെന്നെവർ ദർ ഈസ് നോ സിൻഡിക്കേറ്റ്, വി സി ഈസ് ദ സിൻഡിക്കേറ്റ്. വെന്നെവർ ദർ ഈസ് നോ സെനറ്റ്, വി സി ഈസ് ദ സെനറ്റ്. വെന്നെവർ ദർ ഈസ് നോ അക്കാഡമിക് കൗൺസിൽ, വി സി ഈസ് ദ അക്കാഡമിക് കൗൺസിൽ. അത് ആ നിയമമാണ്. ആ നിയമം തെറ്റാണോ ശരിയാണെന്ന് എനിക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനൊന്നും പറഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രവുമല്ല, ഈ നിയമത്തിൽ പറയുന്നത് വി സിക്ക് തീരുമാനമെടുത്തിട്ട് അതാത് സമിതികൾക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അധ്യക്ഷ വഹിക്കണമെന്നുണ്ടോ നിയമപരമായിട്ട്? സ്നേഹിത, നിങ്ങൾ ഏത് പത്രത്തിൽ നിന്നാണ്? ഞാൻ കൈരളിയിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തത്. അത് സിൻഡിക്കേറ്റിന് അധ്യക്ഷത വഹിക്കുന്നത് വി സി തന്നെയാണ്. അതാ പറഞ്ഞത്, നിങ്ങൾ കൈരളി ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തതാണ്. മറ്റുള്ളവർക്ക് സംശയം ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾക്കത് അറിയാത്തതുകൊണ്ടാണ്. അതായത് യൂണിവേഴ്സിറ്റിക്ക് ഒരു ആക്ട് ഉണ്ട്, റൂളുണ്ട്, റെഗുലേഷൻ ഉണ്ട്. എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടാവും, ഇറ്റ് ഹാസ് ടു ബി ചെയർഡ് ബൈ ദ വൈസ് ചാൻസലർ. ചിലപ്പോൾ വൈസ് ചാൻസലർക്ക് സീരിയസ് അസുഖം വരാം. അപ്പോൾ വൈസ് ചാൻസലർക്ക് മറ്റൊരാളെ നിയോഗിക്കാം. അല്ലാതെ വൈസ് ചാൻസലർ പുറത്തിറങ്ങിപ്പോയി അതുകൊണ്ട് ഞാൻ ചെയർ ചെയ്യണമെന്നൊക്കെ പറയുന്നത് വെള്ളരിക്ക പട്ടണമല്ല സുഹൃത്തെ. പ്രതിസന്ധി ഉണ്ടാക്കിയത് ആരാണെന്ന് നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തതല്ലേ? വൈസ് ചാൻസലർ ആലോചിച്ചോ. നിങ്ങളുടെ കാല് വെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കയറുമോ? ഞാൻ കയറില്ല. മാത്രമല്ല, എൻ്റെ കാല് വേണമെങ്കിൽ വെട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കാല് വെട്ടാൻ വരുന്നവരുടെ കാല് പോലീസ് വെട്ടും. അപ്പം എനിക്ക് അതും വേണ്ട എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പേരിൽ ഒരു വയലൻസ് ഉണ്ടാകരുത് എന്ന് 100% നിർബന്ധമാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന മെഡിക്കൽ ഡോക്ടറാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടായി ജോലി ചെയ്ത ആളാണ്. എനിക്കറിയാം എന്താണ് വൈദ്യശാസ്ത്രമെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ കുഴപ്പമില്ല. സ്നേഹിതനേതാ 24 കുഴപ്പമില്ല. അല്ല, കാരണം നിങ്ങൾ മര്യാദ കേടല്ല. നിങ്ങൾ മര്യാദ കേടുള്ള ന്യൂസ് പറയുന്ന ആളുകൾ കൊണ്ടാണ്. നിങ്ങൾക്ക് മര്യാദ കേട് കാണിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം. വിദ്യാർത്ഥികളോട് ബാധ്യതയില്ലെങ്കിൽ ഞാൻ ഇത്രയും പേരെ നിങ്ങളോട് മുമ്പ് വർത്താനം പറയോ? വൈ ഷുഡ് ഐ ടോക്ക് ടു യു? ഞാനിപ്പോൾ ഇത് അവസാനിപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകുമല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.